Hello, good morning, students. Hello. sir. Presentation കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Okay. Okay, next we are going to application of friction. Friction topic ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. We have done a few problems in friction. Now we are going to the applications of friction. എവിടെയൊക്കെയാണ് നമുക്ക് ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. ജസ്റ്റ് വളരെ കുറച്ച് തിയറി വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ജസ്റ്റ് പക്ഷേ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്. നമ്മൾ തിയറിറ്റിക്കലായിട്ട് ചോദിക്കുന്ന എല്ലാം പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വെഡ്ജ് ഫ്രിക്ഷനും കണക്റ്റഡ് ബോഡീസ് ഫ്രിക്ഷനും അതുപോലെ തന്നെ സ്ക്രൂ ഫ്രിക്ഷൻ ഇല്ല, വെഡ്ജ് ഫ്രിക്ഷനും കണക്റ്റഡ് ബോഡീസ് ഫ്രിക്ഷനും അതിനൊക്കെ ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു വെഡ്ജ് ഫ്രിക്ഷൻ, എന്താണ് ഒരു വെഡ്ജ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നായിരിക്കുന്നു. അപ്പോൾ ഈ വി ഷേപ്പ് വരുന്ന രീതിയിലുള്ള ഒരു സോളിഡ് ബോഡി എന്നുള്ളതാണ് വെഡ്ജ് എന്ന് പറയുന്നത്. വി ഷേപ്പ് വരുന്ന ഒരു സോളിഡ് ബോഡി വിച്ച് ഈസ് അപ്ലൈഡ് ഓൺ അനദർ ബോഡി സോ ദാറ്റ് ഫോഴ്സസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. നമ്മൾ ഇതിനകത്ത് നോക്കണം, നമുക്കൊരു കോടാലി കൊണ്ട് ഒരാൾ മരം വെട്ടുന്ന ഒരു ഇത് കാണാൻ പറ്റും. അപ്പൊ അയാൾ ആ ഒരു ഫോഴ്സ് വെർട്ടിക്കലിയാണ് കൊടുക്കുന്നത് അല്ലേ. അയാൾ വെർട്ടിക്കലി ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ കോടാലിയുടെ ആ ഒരു ആക്സിന്റെ ഒരു വി ഷേപ്പ് വെഡ്ജ് ഷേപ്പ് കാരണം എന്താ സംഭവിക്കുന്നത് അതാണ് ഇവിടെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈസ് അപ്ലൈയിങ് vertical force in the downward direction, but because of the wedge what's actually happening is that it is getting split into two parts അല്ലേ. ആ ബോഡി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. ആ ബോഡി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. അതായത് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത്. അത് എങ്ങനെയാണ് അത് വരുന്നത്? സെക്കൻഡ്. ഹോൾഡ് ചെയ്യണേ. ഹോൾഡ് ചെയ്യണേ. ഓക്കെ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഹലോ,
ഇപ്പൊ കേൾക്കാം സാറേ. ഓക്കെ. അപ്പൊ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ യൂസിങ് ദ വെഡ്ജ് ഫോർ സ്പ്ലിറ്റിംഗ് ബോഡീസ് അല്ലേ. നമ്മൾ ഈ വെഡ്ജ് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് പെർപെൻഡിക്കുലർ നോർമൽ ഡയറക്ഷനിൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. വി ആർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് ബോഡിയെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നു ബൈ ത്രസ്റ്റ് ഫോഴ്സ് അല്ലേ. ആ ഒരു ബോഡി എന്ത് ചെയ്യുന്നു, ത്രസ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കാണുന്ന കേസുകളാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആക്സ് നമ്മൾ മരം വെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സ് കൊണ്ട് മരം വെട്ടുമ്പോൾ വി ആർ അപ്ലൈങ് ദ ഫോഴ്സ് ഇൻ ദ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ബട്ട് ദ wood is getting split into perpendicular directions. അപ്പൊ അതിനൊക്കെ നമ്മൾ ഷോപ്പിൽ വെച്ച് മണ്ണ് വരുമ്പോഴും അതിനൊക്കെ തന്നെ ആക്സ് വെച്ചിട്ട് വീണ്ടും ഒരു ഇത് കാണിച്ചിരിക്കുന്നത് ഫോഴ്സ് നമ്മൾ ഈ ഡയറക്ഷനിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഫോഴ്സ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇതിനൊക്കെ നമ്മൾ ചിസൽ ആൻഡ് ഹാമർ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സ്പ്ലിറ്റിംഗ് എക്സ്പ്രഷൻ ഇതിനൊക്കെ നമ്മൾ കേക്ക് കെട്ടിയുമ്പോൾ പോലും നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരു ലൈഫ് ഒക്കെ നമുക്കൊരു വെറ്റ് ഷേപ്പിലാണ് വരുന്നത് അല്ലേ. തിക്കർ അറ്റ് ദ അതർ എൻഡ് ആൻഡ് തിന്നർ അറ്റ് ദ ഷാർപ്പ് എൻഡ്. ഷാർപ്പ് എൻഡിൽ തിന്നർ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ തിന്നർ എൻഡിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് ആ ഷാർപ്പർ എൻഡ് എന്ത് ചെയ്യുന്നു, ത്രസ്റ്റ് ഫോഴ്സ് കൊടുത്ത് നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് കൊടുക്കുന്നതാണ് അത് പെൻട്രേറ്റ് ചെയ്യുന്നു. ദെൻ വെഡ്ജ് ഷേപ്പ് കാരണം അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു വെഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷീൻ. ഓക്കെ, അതായത് 6 സിമ്പിൾ മെഷീൻസിനകത്ത് വരുന്നതിനകത്ത് ഒരു പാർട്ടാണ് നമുക്ക് വെഡ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്കൂൾ ബേസിലൊക്കെ പഠിക്കുന്നതാണ്. നമുക്ക് പുള്ളി മെഷീനും ഇൻക്ലൈൻ പ്ലെയിനും അതിനൊക്കെ വീൽ ആൻഡ് ആക്സിൽ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവർ മെക്കാനിസം, സ്ക്രൂ മെക്കാനിസം, ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ്. അതുപോലെ തരുന്നതാണ് വെഡ്ജ് എന്ന് പറയുന്നത്. സിമ്പിൾ മെഷീൻസിനകത്ത് വരുന്ന ഒരു കാര്യമാണ് വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വെഡ്ജ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനകത്ത് എന്താണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. വെഡ്ജിന്റെ ആപ്ലിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ എങ്ങനെയാണ് ഇതിനകത്ത് എഫക്ട് ചെയ്യുന്നത്, എന്താണ് വെഡ്ജ് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലാഡറാണ്. ലാഡർ എങ്ങനെയാണ് നമുക്ക് ഫ്രിക്ഷൻ എഫക്ട് ചെയ്യുന്നത്, അതായത് നമുക്ക് എങ്ങനെയാണ് ലാഡർ വർക്ക് ചെയ്യുന്നത്. ലാഡർ നമ്മളിപ്പോൾ ഒരു ലാഡർ എടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ലാഡർ സ്ലിപ്പായി വീഴുന്നില്ല ഫ്ലോറിലേക്ക്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോറും സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാളുമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാഡറിൽ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ. എക്സ്ട്രാ സ്മൂത്ത് ഫൈൻ ആയിട്ടുള്ള ഒരു വോളും ഒരു ഫ്ലോറും ആയിരുന്നുണ്ടെങ്കിൽ ലാഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമോ. നിങ്ങൾ കയറാൻ കോൺഫിഡന്റ് ഉണ്ടായിരിക്കുമോ, നിങ്ങൾക്ക് അതിനകത്ത് നടന്ന് കയറാൻ വേണ്ടിയിട്ട് സ്റ്റേഴ്സിനകത്തോട്ട് ലാഡറിന്റെ. ഹലോ പറ്റിയ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാളും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോറുമാണ് നമ്മൾ ലാഡർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വീണു. എന്തുകൊണ്ടാ? ഗ്രിപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഫ്രിക്ഷൻ വേണം അല്ലേ. റഫ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് സർഫസ് മീൻസ് വാട്ട്, ഹൈ ഫ്രിക്ഷൻ. സ്മൂത്ത് സർഫസ് മീൻസ് വാട്ട്, ലോ ഫ്രിക്ഷൻ. സോ ഇഫ് ദർ ഈസ് ലോ ഫ്രിക്ഷൻ അത് സ്ലിപ്പായി വീഴും, സ്ലൈഡ് ചെയ്ത് വീഴും. അതായത് എവിടെയൊക്കെയാണ് ഫ്രിക്ഷൻ വരുന്നത്, അപ്പോൾ എവിടെയൊക്കെയാണോ പോയിന്റ് ഓഫ് കോൺടാക്ട് വരുന്നത്, അതായത് ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഇവിടെ ഉണ്ട് അല്ലേ. ലാഡറും വോളും തമ്മിൽ പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ട്, ലാഡറും ഫ്ലോറും തമ്മിൽ പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ട്. അപ്പോൾ ദ ടെൻഡൻസി ഓഫ് ദ ലാഡർ ഈസ് ടു കം ഡൗൺ, താഴേക്ക് വീഴാനാണ് ടെൻഡൻസി. അതായത് ഇവിടുത്തെ ലാഡറിന്റെ പോർഷൻ എന്താണ്, ബാക്കിലേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി. അപ്പോൾ ഫ്രിക്ഷൻ നമുക്ക് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം, ഫ്രിക്ഷൻ ലാഡറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മുകളിലേക്ക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം, ഈ ഡയറക്ഷൻ, സ്ലിപ്പ് ആവുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ്. അതായത് ഓൾവേസ് ഫ്രിക്ഷൻ ഷുഡ് ബി ആക്ടിങ് അഗെയിൻസ്റ്റ് മോഷൻ. ടെൻഡൻസി ഓഫ് ദ ലാഡർ ഈസ് ടു മൂവ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഷുഡ് ബി ഹൈ ഇനഫ് ടു വിസ്റ്റാൻഡ് ദ വെയിറ്റ് അല്ലേ. ഒന്ന് ലാഡറിന്റെ വെയിറ്റ്, പിന്നെ നമ്മൾ ചിലപ്പോൾ ലാഡർ കയറി അതിനൊക്കെ നിൽക്കും, ലാഡർ ചാരി വെക്കുമ്പോൾ അതിനൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നടന്ന് കയറുമ്പോൾ ആ ഒരു വ്യക്തി ഇതിനകത്ത് നടന്ന് കയറുമ്പോൾ എന്ത് സംഭവിക്കും, വെയിറ്റ് കയറുമ്പോൾ എന്ത് സ്ലിപ്പായി വീഴും. വൈ? ബിക്കോസ് ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നു. അതായത് വോളുമായിട്ടുള്ള ഫ്രിക്ഷൻ ഫോഴ്സോ അല്ലെങ്കിൽ ഫ്ലോറുമായിട്ടുള്ള ഫ്രിക്ഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നു. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ ഇതിനെ കണ്ടീഷനെ ഓവർകം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വീഴുന്നത്. കാരണം ലാഡർ മാത്രം വെച്ചപ്പോൾ വീണില്ല, വെയിറ്റ് വന്നപ്പോൾ എന്ത് പറ്റി, ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടീഷൻ ഓവർകം ചെയ്തു. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നത്, ആ വ്യക്തി ഏറ്റവും ടോപ്പിലത്തെ പൊസിഷൻ എത്തുന്നത് വരെ, അതായത് ഒരു വ്യക്തി ഒരു W വെയിറ്റ് ഉള്ള ഒരു വ്യക്തി മുകളിനകത്ത് ലാഡറിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ആ ഇത് സ്ലിപ്പ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂവിനെക്കാട്ടിലും താഴെയുള്ള ഒരു വെയിറ്റേ നമുക്ക് അതിനകത്ത് കയറാൻ പാടുള്ളൂ. വളരെ ഹെവി വെയിറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ മാത്രം കയറുന്നു, ഒരു വ്യക്തി മാത്രമായിട്ട് നടന്ന് കയറുന്നു, അതിനുശേഷം വളരെ ഹെവി വെയിറ്റ് അയാളെടുത്ത്
കൈകൊണ്ട് പൊക്കിയെടുത്തു. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു? വെയിറ്റ് കൂടി. ഓക്കെ, അപ്പൊ അയാളുടെ പകുതി വെയിറ്റ് ഉള്ള സാധനം അയാൾ പൊക്കി എടുത്തുകൊണ്ടാണ് കയറുന്നത് വിചാരിക്കുക. അപ്പൊ അയാൾ ഒറ്റയ്ക്ക് കയറിയപ്പോൾ ഒന്നും പറ്റില്ല, സ്ലിപ്പായി വീണില്ല. പക്ഷെ പകുതി വെയിറ്റ് ഉള്ള സാധനം എടുത്തുകൊണ്ട് അയാൾക്കാട്ടിലും പകുതി വെയിറ്റ് ഉള്ള സാധനം, അപ്പൊ അയാളുടെ വെയിറ്റും അയാളുടെ പകുതി വെയിറ്റും കൂടിയാണ് ലാഡറിന്റെ മുകളിലോട്ട് കയറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും എന്ത് പറ്റും? ടെൻഡൻസി ദാറ്റ് ലാഡർ സ്ലിപ്സ് ആൻഡ് ഫോൾസ് ഡൗൺ. അപ്പൊ അതെങ്ങനെയാണ് വരുന്ന? ലിമിറ്റിംഗ് കണ്ടീഷൻ ഓവർകം ചെയ്യുമ്പോഴാണ്. അപ്പൊ എപ്പോഴും ഫ്രിക്ഷൻ കൊണ്ടാണ് ലാഡറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പൊസിഷനിൽ നമുക്ക് ലാഡർ വെക്കാൻ പറ്റുന്നത്, ലാഡറിലേക്ക് നമുക്ക് ക്ലൈം ചെയ്ത് കയറാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ആപ്ലിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ വരുന്ന ഒരു പ്ലേസ് ആണ് ലാഡർ. ഓക്കെ, അപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എവിടെയൊക്കെയാണ് ഫ്രിക്ഷൻ വരുന്നത്? ഒന്ന്, ഈ ലാഡറും ഗ്രൗണ്ടും തമ്മിൽ, ലാഡറും ഫ്ലോറും, ലാഡറും വോളും തമ്മിൽ, ലാഡറും ഗ്രൗണ്ടും, ലാഡർ ആൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഓഫ് ഫ്ലോർ സെയിം, ലാഡറും ഗ്രൗണ്ടും തമ്മിൽ, ലാഡറും വോളും തമ്മിലാണ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പൊ ആ ഫ്രിക്ഷൻ ഷുഡ് ബി ഹൈ ഇനഫ് ടു ഓവർകം ദ വെയിറ്റ്സ്. അപ്പൊ ആ വെയിറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, രണ്ട് സ്ഥലത്തുള്ള ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് കയറുന്ന വെയിറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ മാത്രമേ സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് സ്ലിപ്പ് ചെയ്ത് വീഴും. ഇതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ ആണ്, കണ്ടീഷൻ. ഈ രീതിയിൽ പല പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ താഴത്തെ പൊസിഷനിൽ നിൽക്കുന്നു, ഏറ്റവും മുകളിലത്തെ പൊസിഷനിൽ നിൽക്കുന്നു. അപ്പൊ ഇതിലെല്ലാം വരുന്ന കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു അനലൈസ്. ഓരോ കണ്ടീഷനിൽ നമുക്ക് ഓരോ ഇതാണ് വരുന്നത്. നമുക്ക് ആ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പൊ ആ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അനുസരിച്ച് നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരുന്നുണ്ട്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓവർകം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അല്ലാതെ സ്ലിപ്പായി വീഴുമോ ഇല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ അനാലിസിസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ലാഡർ ഫ്രിക്ഷന്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമുക്ക് ഇതിന്റെ ഒന്നും തിയറി ഇല്ല, ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ തിയറി ഒന്നും വരുന്നതല്ല. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അപ്ലൈ ഫ്രിക്ഷൻ ഓൺ കണക്റ്റഡ് ബോഡീസ്. കണക്റ്റഡ് ബോഡീസിൽ വരുന്നത് എങ്ങനെയാണ് ഫ്രിക്ഷൻ? കണക്റ്റഡ് ബോഡീസിൽ എങ്ങനെയാണ് ഫ്രിക്ഷൻ വരുന്നത്? അപ്പൊ ഇതാണ് കണക്റ്റഡ് ബോഡീസ്. അതായത് നമുക്കിപ്പോൾ ക്രെയിൻ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ ക്രെയിൻ. ഇപ്പോൾ ഇതൊരു കണക്റ്റഡ് ബോഡിയാണ്. അതായത് ഇതൊരു ഇൻക്ലൈൻ പ്ലെയിനകത്ത് ഒരു ബോഡി ഇരിക്കുന്നത്, അതിനൊരു പുള്ളി വെച്ചിട്ടുണ്ട്, അതിനൊക്കെ വേറൊരു മാസ് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു ബോഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് ബോഡിയും കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു റോപ്പ് ബോഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇക്വിലിബ്രിയം ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഫ്രിക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി. അങ്ങനെ വരണം അല്ലെ? ഇവിടെ നമുക്ക് റിയാക്ഷൻ ഫ്രിക്ഷൻ വരുന്നുണ്ട്, അതും വെയിറ്റും ഈക്വൽ ആയിട്ട് വരണം. ആ ഒരു കണ്ടീഷൻ എത്താം. അപ്പൊ അതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ അതൊക്കെ അത് വെച്ചിട്ടൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അതിനൊക്കെ തന്നെ ഈ ഒരു ക്രെയിനിൽ നമ്മൾ ഇതിനകത്ത് ഫ്രിക്ഷൻ കേസസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ട്രെയിനിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ പുള്ളീസ് ഉണ്ടോ? ഇതിനകത്ത് പുള്ളീസ് ഉണ്ട്. ഇപ്പൊ ഇത് നമ്മളൊരു മാസം സസ്പെൻഡ് ചെയ്ത് ഇതിനകത്ത് നമ്മളൊരു മാസം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് ദ കേസ് ഓഫ് കണക്റ്റഡ് ബോഡീസ്. കണക്റ്റഡ് ബോഡീസിന്റെ കേസാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്രെയിൻ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ട്രെയിൻ ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനനുസരിച്ച് ലോഡ് എത്രത്തോളം എടുക്കാൻ പറ്റും, എത്രത്തോളം ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ട്, പുള്ളി എത്രത്തോളം ഇതുള്ള പുള്ളി വേണം എന്നൊക്കെ ഡിസൈൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ക്രെയിൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് കണക്റ്റഡ് ബോഡീസിന്റെ കേസ് വരുന്നത് ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ തന്നത്. പ്രോബ്ലം സോൾവ് ചെയ്തായിരുന്നോ? ഹലോ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തായിരുന്നു? എന്താ ചെയ്ത് നോക്കാഞ്ഞേ? വർക്ക്ഔട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ നിങ്ങള് തനിയെ? ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് എവിടെ സ്റ്റക്ക് ആവുന്നുണ്ടോ മനസ്സിലാകത്തുള്ളൂ. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയെടുക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഒരു വെഡ്ജ് ഫ്രിക്ഷന്റെ ഒരു പ്രോബ്ലം ചെയ്തതിനു ശേഷം ഈ കണക്റ്റഡ് ബോഡീസ് ചെയ്യുമ്പോൾ മറ്റേ പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ എന്തായാലും വെഡ്ജ് ഫ്രിക്ഷനിലേക്ക് വരിക. എല്ലാത്തിനും സെയിം പ്രിൻസിപ്പിൾ ആണ്. ഇതിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻ വരുന്ന സെയിം മെത്തേഡ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. എന്താണ് മെത്തേഡ് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ. ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം.
ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. ക്വസ്റ്റ്യൻ ഫിഗർ ഒന്ന് വരയ്ക്കണം. ദീസ് ആർ ദ സൊല്യൂഷൻ ഫിഗേഴ്സ്. അതൊക്കെ വരയ്ക്കേണ്ട ഞാൻ പറഞ്ഞ ശേഷം വരച്ചാൽ മതി. ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വരച്ചതിന് ശേഷം നിങ്ങൾ വരച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് P on the 10-degree wedge shown in figure to raise the 1500 Newton load. The coefficient of friction is 0.3 at all contact surface. അതായത് നമ്മളിവിടെ എത്രത്തോളം ഫോഴ്സ് P കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 1500 ന്യൂട്ടനെ ലിഫ്റ്റ് ചെയ്യാം യൂസിങ് ദിസ് വെഡ്ജ്. ഇതാണ് വെഡ്ജ്. 10 ഡിഗ്രി ആയിട്ടുള്ള ഒരു വെഡ്ജാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വെഡ്ജ് ഉപയോഗിച്ച് വി നീഡ് ടു ലിഫ്റ്റ് ദ 1500 ന്യൂട്ടൺ ലോഡ്. അതെങ്ങനെ നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം ഫോഴ്സ് P കൊടുക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. That's the question. So here we have two bodies. This is the weight which we have to lift 1500 Newton. This is the wedge. Okay, wedge-ലേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. When we are applying the force on the wedge, what happens is that it lifts the 1500 Newton. So we need to find out the horizontal force P on 10-degree wedge shown in figure to just raise the 1500 Newton. യഥാർത്ഥത്തിൽ കണ്ടീഷൻ ഇക്വിലിബ്രിയം തന്നെയാണ്, ലിമിറ്റിംഗ് കണ്ടീഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, അല്ല യഥാർത്ഥത്തിൽ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്ത് മാറ്റുന്നില്ല. അത് ലിമിറ്റിംഗ് ഫോഴ്സ്, അതായത് മാക്സിമം ഫോഴ്സ്, അതിനെക്കാട്ടും നമ്മൾ പറയുന്ന ഫോഴ്സിനെക്കാട്ടും ഇത്ര വാല്യൂനെക്കാട്ടും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമം ഫോഴ്സ് ഇത്രയും കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ജസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ വരെ എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനെക്കാളും ചെറിയൊരു വാല്യൂ നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വന്നിട്ടുണ്ട്. കോൺടാക്ട് സർഫസുകളിലെല്ലാം 0.3 ആണ്. ഗ്രൗണ്ടും വെഡ്ജും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, വെഡ്ജും മറ്റേ 1500 ന്യൂട്ടൺ വെയിറ്റും തമ്മിലുള്ള കോൺടാക്ട് ഫ്രിക്ഷനും എല്ലാം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര തന്നെയാണ്? 0.3 തന്നെയാണ്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു എല്ലാവരും? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഓക്കെ, അതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ആദ്യമേ നമ്മൾ ഡയഗ്രാം ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ വെയിറ്റ്. ആദ്യമേ നമ്മൾ വെയിറ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. വെയിറ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ വരുന്നത്? ഇതുണ്ടോ, ഈ ഒരു ബോഡി അതേ കണക്ക് എടുത്ത് വെച്ചു. അപ്പൊ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന 1500 ന്യൂട്ടൺ താഴേക്ക് റിയാക്ഷൻ ഫോഴ്സസ് between the wedge and the surface, that is perpendicular to the surface, and then there is a friction. ഇവിടെ ഒരു wall ഉണ്ട്, ഇവിടെ ഒരു wall കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു wall. അപ്പൊ അവിടെ തമ്മിലൊരു റിയാക്ഷൻ ഉണ്ട്, താഴേക്ക് ഒരു റിയാക്ഷൻ. അപ്പൊ അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം, ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക. ചെറുതാക്കിയത് നിങ്ങൾക്ക് വിസിബിൾ ആണോ? വിസിബിൾ ആണോ? അത് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോ ഇവിടെ വരച്ച് കാണിക്കാം എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? വി നീഡ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ വെയിറ്റ് 1500 ന്യൂട്ടൺ. അതെങ്ങനെ വരുന്നത്? അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുക. ഈ വെയിറ്റ് 1500 ന്യൂട്ടൺ നമ്മളിങ്ങനെ ഒരു വെഡ്ജ്, ഇവിടെയാണ് നമ്മൾ വെഡ്ജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, താഴെയാണ് നമ്മൾ വെഡ്ജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, മുകളിലാണ് 1500 ന്യൂട്ടൺ കൊടുത്തിരിക്കുന്നത് അല്ലേ. 1500 ന്യൂട്ടൺ അതേ കണക്കാനായിരിക്കും. ഫ്രീ ബോഡി വരയ്ക്കാൻ പോവുകയാണ് 1500. സംഭവം ഇതിനകത്ത് എല്ലാം ഒരേ ഇക്വേഷനോട് സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇക്വൽ ടു 0. ഇക്വേഷൻ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇക്വേഷനായിട്ട് പഠിക്കാനില്ല. ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു സർഫസ് ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് വരും R1. Then ഈ സർഫസും വെഡ്ജും തമ്മിലുള്ള റിയാക്ഷൻ ഉണ്ട്, that will be normal to that surface, that is R2. Then weight of the body will be acting vertically downwards. That is 1500 Newton will be acting vertically downwards. Then is there any other force? ഇനി നമ്മൾ നോക്കാനുള്ള ഫ്രിക്ഷണൽ ഫോഴ്സസ് ആണ്. നമ്മളിപ്പോൾ അല്ലാതെ ഉള്ള വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും റിയാക്ഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു.
ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാനുള്ള ഏതാണ് ഫ്രിക്ഷൻ. ഇവിടെ ഒരു സർഫസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ സർഫസ് ഇങ്ങനെ കിടപ്പുണ്ട്. ആ സർഫസിന്റെ കോൺടാക്ട് വന്നിട്ടുണ്ട് ഈ ഒരു ബോഡി 1500. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതല്ലെങ്കിൽ എന്ത് ചെയ്ത് മൂവ് ചെയ്ത് പോകത്തില്ലേ, മൂവ് ചെയ്ത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ആ മൂവ്മെന്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് എടുത്തിരിക്കുന്നത്, ഈ ഒരു സർഫസ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ബോഡി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, നമ്മൾ വെച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബോഡി ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും, വി ഹാവ് പ്രൊവൈഡഡ് ദ ഹൊറിസോണ്ടൽ സർഫസ് ഓവർ ഹിയർ. അതിനാണ് നമ്മൾ ഈ സർഫസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സർഫസ് അവിടെ ഉണ്ടായിട്ട് there will be a reaction force on that surface and also നമ്മളിങ്ങനെ വെഡ്ജ് ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ടെൻഡൻസി എന്താണ്, ഇതിങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റഡ് ആവുകയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് സർഫസ്, ഈ സർഫസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഈ ബോഡിക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ബോഡി മുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സർഫസ്. ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ഓൾവേസ് ബി ഓപ്പോസിറ്റ് മോഷൻ. ടെൻഡൻസി ഓഫ് ദ ബോഡി ഈസ് ടു മൂവ് അപ്വേർഡ്സ്. മുകളിലേക്ക് പോകാനാണ് ടെൻഡൻസി, അപ്വേർഡ്സ് ആണ് 1500 മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ frictional force will be acting downwards. That is why this particular force is coming downwards. Which force? Frictional force over here, F1. F1 എന്ന് കൊടുക്കാം. ഈ ഇതിനകത്ത് in terms of coefficient of friction ആണ് പറഞ്ഞേക്കുന്നത്. F is equal to mu r എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ജനറൽ ഇക്വേഷൻ. F is equal to mu r. Frictional force F is equal to mu r. ഇവിടെയുള്ള frictional force ആണ് F1 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. Then ഇനി ഈ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോഡി വെഡ്ജും തമ്മിൽ കോൺടാക്ട് ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് ആർക്കും. അപ്പൊ അത് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു വെഡ്ജ് ഈ ബോഡി ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വെഡ്ജ്. വിത്ത് റെസ്പെക്ട് ടു ദ വെഡ്ജ് ബട്ട് വിത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി 1500 ന്യൂട്ടന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലായിരിക്കും. വെഡ്ജ് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു 1500 ന്യൂട്ടൺ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലല്ലേ. ആണോ? ആണോടെ? വെഡ്ജിൽ നമ്മൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ വെഡ്ജ് ഈ ഡയറക്ഷനിലാണ് ടുവേഴ്സ് ലെഫ്റ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ വെഡ്ജ് ഈ വെയിറ്റ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യാൻ, അഗെയിൻസ്റ്റ് മോഷൻ. ദാറ്റ് ഈസ് F2 വിൽ ബി അഗെയിൻസ്റ്റ് മോഷൻ. അത് ബോഡി മുകളിലേക്ക് പോകുന്നതുകൊണ്ട് frictional force താഴേക്ക്. That will be the directions of frictional force. And here we already know that what F1 F2 is equal to എന്താണ് mu. F1 is equal to എന്ത് വരും, mu r1. F2 is equal to mu r2. And the value of mu is given as 0.3. So 0.3 r1. F2 is equal to 0.3 r2. ഇത്രയും കേസ് എല്ലാവർക്കും മനസ്സിലായോ? ഈ ഫ്രീ ബോഡി ഡയഗ്രാം മനസ്സിലായോ? ഈ ഫ്രീ ബോഡി ഡയഗ്രാം മനസ്സിലായേ? ക്ലിയർ ആണോ? വ്യക്തമാണോ? ഹലോ സർ, ഒന്നുകൂടി പറഞ്ഞുതരോ? First you draw the diagram. Weight ഏത് ഡയറക്ഷനിലാണ്? Weight 1500 Newton ഏത് ഡയറക്ഷനിലാണ്? Weight 1500 Newton. Weight of the body will always be acting downwards. 1500 Newton. Weight എപ്പോഴും താഴേക്ക് ആക്ട് ചെയ്യുന്നത്. Then പിന്നീട് ഏത് ഫോഴ്സ് ഉണ്ട്? ഇവിടെ ഒരു സർഫസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ സർഫസ് അതിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്ന സർഫസ് ഉണ്ടായതുകൊണ്ട് അതുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടായതുകൊണ്ട് അവിടെ റിയാക്ഷൻ വരും. ദാറ്റ് ഈസ് R1. Then ഇവിടുത്തെ വെഡ്ജുമായിട്ട് കോൺടാക്ട് ഉണ്ടാവും. വെഡ്ജിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. വാട്ട് ഇസ് ദി ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ ബിറ്റ്വീൻ ദി വെഡ്ജ് ആൻഡ് ദിസ് പർട്ടിക്കുലർ വെയിറ്റ്? ഓക്കെ, വെഡ്ജ് എങ്ങനെയാണ് വരുന്നത്? വെഡ്ജും ഇതും തമ്മിൽ എങ്ങനെയാണ് അതിന്റെ നോർമൽ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. the body is 1500 Newton consider ചെയ്യുമ്പോൾ റിയാക്ഷൻ ഈ ഡയറക്ഷനിൽ, വെഡ്ജ് കൺസിഡർ ചെയ്യുന്ന റിയാക്ഷൻ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ റിയാക്ഷൻ വിൽ ഓൾവേസ് ബി പെർപെൻഡിക്കുലർ ടു സർഫസ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. റിയാക്ഷൻ നോർമൽ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഉണ്ടായിട്ട് കൂടെ അതായത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഫോഴ്സ്. നൗ വി നീഡ് ടു കൺസിഡർ ദ ഫ്രിക്ഷണൽ ഫോഴ്സസ്. ഫ്രിക്ഷണൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇവിടുത്തെ സർഫസുമായിട്ട് കോൺടാക്ട് ഉണ്ടായിട്ട് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. നമ്മുടെ ഫോഴ്സ് വെഡ്ജ് ഫോഴ്സ്, നമ്മൾ വെഡ്ജിന്റെ ഫോഴ്സ് കൊടുക്കുന്ന ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ
ബോഡി മുകളിലേക്കാണ് ലിഫ്റ്റഡ് ആവാൻ ചാൻസ്. ബോഡി മുകളിലേക്ക് ലിഫ്റ്റഡ് ആകുമ്പോൾ ഈ ബോഡിയും ഒന്നാമത്തെ ബോഡിയും രണ്ടാമത്തെ ബോഡിയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു വൺ ഈസ് മൂവിങ് അപ്വേർഡ്സ്. 3 എന്ന് പറയുന്നതാണ് വെഡ്ജ്. 3 ഈസ് മൂവിങ് ലെഫ്റ്റ്വേർഡ്സ് അല്ലേ. 3 ലെഫ്റ്റ്വേർഡ്സ് മൂവ് ചെയ്യുമ്പോൾ 1 അപ്വേർഡ്സ് മൂവ് ചെയ്യുന്നു. 2 വിത്ത് റെസ്പെക്ട് ടു 1 ഈസ് മൂവിങ് അപ്വേർഡ്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു 1 ഈസ് മൂവിങ് അപ്വേർഡ്സ് മീൻസ് 1 and 2 തമ്മിലൊരു കോൺടാക്ട് സർഫസിൽ ഉണ്ട്. അപ്പം 2 വിത്ത് റെസ്പെക്ട് 1 മുകളിലേക്ക് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു ബിക്കോസ് 1 ഈസ് മൂവിങ് അപ്വേർഡ്സ്. ദിസ് ഈസ് F1. ഫ്രിക്ഷണൽ ഫോഴ്സ് താഴേക്ക് ആക്കുക. അങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് താഴേക്ക് വരുന്നത്. കാരണം മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ദെൻ 3 വെഡ്ജ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ 1 എന്ന് പറയുന്ന ഒന്നാമത്തെ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. മൂവ്മെന്റ് ആ ഡയറക്ഷനിലാണ്. ഫ്രിക്ഷൻ വിൽ ബി കമ്മിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്നുകൂടി കാണിക്കാം. ഒന്നാമത്തെ ബോഡി ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ ടെൻഡൻസി ബിക്കോസ് മൂന്നാമത്തെ ബോഡി ലെഫ്റ്റ് സൈഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ബോഡി മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മൂന്നാമത്തെ ബോഡിയുടെ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഈ ഡയറക്ഷനിലാണ് ഈ സർഫസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. വ്യക്തമാണോ? ഇങ്ങനെയാണ് ഫ്രീ ബോഡി വരുന്നത്. ഹിയർ F1 is equal to mu r1 that is equal to 0.3 r1. F2 is equal to mu r2. അവിടെ ഉണ്ടാകുന്ന റിയാക്ഷനായിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.3 r2. അത് എപ്പോഴും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. F is equal to mu r എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ F2 r തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. വ്യക്തമാണോ ഫ്രീ ബോഡി ഡയഗ്രാം? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് എളുപ്പമുള്ള പണിയേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു അപ്ലൈ ദ ഇക്വേഷൻ സിഗ്മ fx. അതായത് നമ്മൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രീ ബോഡി ഒന്നാമത്തെ ഫ്രീ ബോഡിയിൽ നമ്മൾ കണ്ടീഷൻ അപ്ലൈ ആണ്. എന്റെ ഡയഗ്രാം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് നോക്കാം. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ ആംഗിൾ എല്ലാം കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. F2ന്റെ ആംഗിൾ 10 എങ്ങനെ വന്നു? കാരണം ഇവിടുത്തെ വെഡ്ജിന്റെ ആംഗിൾ 10 ആകുമ്പോൾ ഈ ഫിക്ഷൻ അതിന് പാരലൽ ആണല്ലോ. വെഡ്ജിന് പാരലായിട്ട് ഈ സർഫസിന് പാരലാണ്. അത് ഇതിന് പാരലായിട്ടാണ് നമ്മൾ F2 ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ F2ന്റെ ആംഗിളും അത് 10 ഡിഗ്രി വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ R2 വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 10 ഡിഗ്രിയാണ്. അതെങ്ങനെ വന്നു? ഇത് 10 ഡിഗ്രി ആയതുകൊണ്ടാണ് R2 വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 10 ഡിഗ്രി ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് നോക്കി ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് 90 ഡിഗ്രി 90 മൈനസ് 10 വരും. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 10 വരും. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഞാൻ Fx കണ്ടുപിടിക്കാൻ പോവുകയാണ്. ചെറിയൊരു കൺസ്ട്രക്ഷൻസ് ഒക്കെ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 10 ഡിഗ്രി. ഇത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 10 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ അതെങ്ങനെ വന്നു എന്നുള്ളത്? ഓക്കെ ആണോ? ആംഗിൾ എങ്ങനെ വന്നു എന്നുള്ളത് ക്ലിയർ ആണോ? ഇംഗ്ലീഷ് 10 ഡിഗ്രി ആയത് ക്ലിയർ ആണോ? കേട്ടില്ല, മനസ്സിലായോ? ഒന്നുകൂടെ പറയാമോ? ആ, അതായത് നമ്മളുടെ ഈ ഡയഗ്രത്തിൽ ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ചുകൂടി സൂം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് നമ്മൾ F2 വരച്ച ഈ ഡയറക്ഷനിലാണ് അല്ലേ. ഇതാണ് നമ്മളുടെ F2 ഈ ഡയറക്ഷനിലാണ്. ഈ സർഫസ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 10 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഉണ്ടാവും കാരണം ബെഡ് 10 ഡിഗ്രി ആയതുകൊണ്ട് ഈ സർഫസും 10 ഡിഗ്രി വരും. ഇതിന് പാരലാണ് ഈ F2 പാരൽ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്ത് കിട്ടി? 10 ഡിഗ്രി. അതായത് നമുക്ക് ഇപ്പൊ നമ്മളിവിടെ വരയ്ക്കുന്നു. ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്തു. ഇതിന് പാരലായിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. ദിസ് ഈസ് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ ദാറ്റ് ഈസ് 10 ഡിഗ്രി. ഇങ്ങനെ വേണമെങ്കിൽ രണ്ട് രീതിയിലും എടുക്കാം. ദിസ് ഈസ് ഫോഴ്സ് is inclined at an angle 10 degree with the horizontal. Why? Because this wedge is making an angle 10 degree. ഇത് 10 ഡിഗ്രി ആയതുകൊണ്ടാണ് നമുക്ക് ഇതും 10 ഡിഗ്രി വന്നത്. നെക്സ്റ്റ് ഇതെങ്ങനെ 10 ഡിഗ്രി വന്നു എന്നുള്ളതാണ് മിക്കവർക്കും ഡൗട്ട്. അതെങ്ങനെ വന്നു?
ഇത് നമ്മളിങ്ങനെ കൺസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടൂലേ? ഈ ട്രയാംഗിൾ ഇത് 90 ഡിഗ്രി, ഇതിങ്ങനെ 90 - 10, കാരണം ടോട്ടൽ 180 ഡിഗ്രി അല്ലേ ആണോ? അപ്പൊ 10 + 90 + 90 - 10 80. 10 + 90 എന്ന് പറയുമ്പോൾ 100 വരും. ബാക്കി എത്രയാണ് ഇവിടെ വരുന്നത്? 80 ആണ്. ഓക്കെ, ഇവിടെ എത്ര വരും? 80 വരും. ഇവിടെ 80 വരുമ്പോൾ ഈ ഒരു ആംഗിൾ 80 ആയി. അപ്പൊ ഇതും തമ്മിൽ എത്ര വരും? ഇതിങ്ങനെ 90 ഡിഗ്രിയാണ്, കാരണം R2 ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. ഇത് ടോട്ടൽ 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര വരും? 10 ഡിഗ്രി. അങ്ങനെയാണ് R2 10 ഡിഗ്രി. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങൾ വരച്ചിരിക്കുന്ന നിങ്ങളുടെ ഡയഗ്രത്തിനകത്തൊന്ന് വരച്ചു നോക്കുക ഇതെങ്ങനെ 10 ഡിഗ്രി വന്നു എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെറിയൊരു കൺസ്ട്രക്ഷൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. അപ്പൊ ദിസ് ഈസ് 80, ഇത് ടോട്ടൽ 90 ഉണ്ട്. സോ ദിസ് ഈസ് 10. ക്ലിയർ ആണോ? ആംഗിൾസ് എങ്ങനെയാണ് വന്നതെന്നുള്ള മനസ്സിലായോ? ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നതാണ് ഇതിനകത്ത് ക്ലിയർ ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും, പക്ഷെ ആംഗിൾ എത്രയാണെന്നുള്ള കിട്ടത്തില്ല. നമുക്ക് 1-2 സ്ഥലത്തെ ആംഗിൾ തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഈ ഫോഴ്സിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാം. മനസ്സിലായോ ഇത് ആംഗിൾ എങ്ങനെ വന്നു എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ F2 ആണ് 0.3 R2 എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. F2 തന്നെയാണ് 0.3 R2 എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ F1 തന്നെയാണ് 0.3 R1. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. F1 = 0.3 R1, F2 = 0.3 R2. അതാണ് ഇവിടെ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ മിനിമൈസ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ Fx = 0. സിഗ്മ Fx = 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഏതൊക്കെയാണ് ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഒന്നാമത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വന്നിട്ട് ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിനകത്ത് ഒന്നാമത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാ? ഓരോന്നായിട്ട് പറയാം. ഒന്ന് ഞാനത് R1 ഹൊറിസോണ്ടൽ തന്നെയല്ലേ? പ്യൂർലി ഹൊറിസോണ്ടൽ അല്ലേ? R1 ഇംഗ്ലൈൻഡ് ആണോ? പ്യൂർലി ഹൊറിസോണ്ടൽ ആണ്, ഇംഗ്ലൈൻഡ് ഫോഴ്സ് അല്ല. ഇനി വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ ഹൊറിസോണ്ടൽ? വേറെ ഏതെങ്കിലും ഫോഴ്സ് ഹൊറിസോണ്ടൽ ഉണ്ടോ? പ്യൂർലി ഹൊറിസോണ്ടൽ ഇല്ല, പക്ഷെ നമുക്ക് 2 ഇൻക്ലൈൻ ഫോഴ്സുകളുണ്ട്. ഇത് രണ്ടും വെർട്ടിക്കലി ആണ്. 1500 ന്യൂട്ടൺ വെർട്ടിക്കൽ ആണ്. അതിനൊക്കെ തന്നെ F1 വെർട്ടിക്കലി താഴേക്കാണ്. അപ്പൊ അത് രണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നീടുള്ളത് R2 ഈസ് ഇൻക്ലൈൻ ഫോഴ്സ്. R2 എന്ന് പറയുന്നത് എങ്ങനെ ആക്ട് ചെയ്യുന്നത് ഞാനിവിടെ വരയ്ക്കാം. R2 മാത്രം എടുത്ത് വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കുക. R2 ഇങ്ങനെയാണ് വന്നേക്കുന്നത് അല്ലേ? വിച്ച് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 10 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ. 10 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ റിസോൾവ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതെങ്ങനെ വരുന്നു? ഇൻക്ലിനേഷൻ എത്ര വരുന്നു? ഇത് 10 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 80 വരും. കാരണം 10 ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് തന്നെ ചെയ്യാം. ദിസ് ഈസ് R2 cos 80. ദിസ് ഈസ് R2 sin 80. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഈ ഹെഡിൽ വെച്ച് തന്നെ റിസോൾവ് ചെയ്യാം. ഇത് ടെയിലിൽ വെച്ച് റിസോൾവ് ചെയ്തതാണ്. ഹെഡിൽ വെച്ച് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിസോൾവ് ചെയ്യുന്നത് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ R2 വന്നു വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 10 ഡിഗ്രിയാണ്. ഇത് എത്ര വരും? ദിസ് വിൽ ബി വെർട്ടിക്കലി നമുക്ക് എന്ത് വരും? തീറ്റയോട് ചേർന്നത് എപ്പോഴും എന്താണ്? കോസ് ആണ്. അപ്പോൾ R2 ഈ ഡയറക്ഷനിൽ പോകുന്നു എന്ന് പറയുമ്പോൾ R2 cos 10 ഇങ്ങനെ വരും. ദിസ് ഈസ് R2 sin 10. ക്ലിയർ ആണോ? റിസോൾവ് ചെയ്യുന്നത് മനസ്സിലായോ? ഇതാണ് വെർട്ടിക്കൽ കോമ്പണന്റ്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് R2. either you can solve like this. ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചു, ടെയിലുള്ള ആംഗിൾ കണ്ടുപിടിച്ചു, ഈ ആരോ ഹെഡിന്റെ ടെയിലുള്ള ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ടെയിലിൽ 80 ഡിഗ്രിയാണ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. R2 cos 80, R2 sin 80, ബോത്ത് ആർ സെയിം. R2 cos 80 R2 sin 10 സെയിം തന്നെയാണ്, രണ്ടും ഈക്വൽ ആണ്. R2 cos 80 എടുത്താലും R2 sin 10 എടുത്താലും ഒരു ആൻസർ ആണ് കിട്ടുന്നത്. അതിലൊക്കെ R2 cos 10 R2 sin 80 സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ
ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നമ്മൾ റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് മെത്തേഡ്, ഈ മെത്തേഡ് അറിയാമല്ലോ, ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ അറിയാമോ? ഫോഴ്സിനെ ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ അറിയാമോ? ഇപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ് R2 മേക്കിംഗ് an angle 80 degree with the vertical, സോറി 10 degree with the vertical എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റയോട് ചേർന്നത് മുകളിലേക്കാണ് R2 പോകുന്നത്. അപ്പൊ മുകളിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും കൂടി ആയിട്ടാണ് R2 പോകുന്നത്. അപ്പൊ മുകളിലേക്കുള്ളത് R2 cos 10 സൈഡിലേക്കുള്ളത് R2 sin 10. ഇങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാമോ? ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ അറിയാമോ? 2 പ്രാവശ്യം. അപ്പൊ ഇതായിരിക്കും എളുപ്പം. ഇത് ഡയറക്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. വെറുതെ നമ്മൾ ടൈലൊക്കെ എടുത്ത് വേറെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്ത് അത് കുറെ കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ R1 എടുത്ത് ഹൊറിസോണ്ടൽ, ദെൻ ഇവിടെ ഹൊറിസോണ്ടൽ ഏതാണ്? ഇപ്പൊ R2 റിസോൾവ് ചെയ്തപ്പോൾ ഏതാ ഹൊറിസോണ്ടൽ? R2 ന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഏതാ? R2 sin 10. R2 cos 10 വെർട്ടിക്കലി ആണ്, R2 sin 10. സോ അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് ഡയറക്ഷൻ. അപ്പൊ മൈനസ് വേണം, മൈനസ് R2 sin 10. ഇനി അടുത്ത ഫോഴ്സ് F2 ആണ്. F2 ഏത് ഡയറക്ഷനിൽ? ഇങ്ങനെയാണ് പോകുന്നത്. F2 which is making an angle 10 degree with the horizontal. തീറ്റയോട് ചേർന്നത് കോസ്. അപ്പൊ എങ്ങനെ വരും? F2 cos 10 ഇങ്ങനെ വരും. F2 sin 10 ഇങ്ങനെ വരും. ക്ലിയർ ആണോ? വ്യക്തമാണോടെ റിസോൾവ് ചെയ്യുന്നത്? ഓക്കെ അല്ലേ? F2 is inclined at an angle 10 degree with the horizontal. So F2 cos 10 horizontal, F2 sin 10. ഓക്കെ ആണോ? റിസോൾവ് ചെയ്യുന്ന അറിയാമോ? മനസ്സിലായോ? അത് റിസോൾവ് ചെയ്ത് ക്ലിയർ ആണോ? അപ്പൊ ഇത് ഈ 2 ഫിഗറും ഞാൻ വായിക്കുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ കീപ്പ് ചെയ്യാം, കുറച്ചുകൂടി കീപ്പ് ചെയ്യാം. അപ്പോ ഇപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ ഏതാ? F2 cos 10. അഗൈൻ F2 cos 10 ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? ലെഫ്റ്റ് ഡയറക്ഷൻ. അപ്പൊ R1 മൈനസ് R2 മൈനസ് എട്ടോ ഞാൻ ഇവിടോട്ട് എഴുതുന്നില്ല, താഴോട്ട് എഴുതുന്നത് മൈനസ് F2 cos 10. ഇത്രയും ഫോഴ്സാണ് ഹൊറിസോണ്ടലി വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യത്തെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡയഗ്രാം വരച്ച് ആ ഇക്വേഷൻ എഴുതാം. സിഗ്മ എഫ് എക്സിന്റെ ഇക്വേഷൻ എഴുതാം. ഞാൻ ഈ ഇതൊന്ന് മാറ്റോട്ടോ, നോട്ട് ചെയ്തോ? റിസോൾവ് ചെയ്യുന്നതൊക്കെ നോട്ട് ചെയ്തോ? ഇതൊന്ന് മാറ്റോട്ടോ, റിസോൾവ് ചെയ്യുന്ന ഇത് മാറ്റാമോ? റിസോൾവ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. മിക്കവർക്കും അതാണ് ഡൗട്ട്. ആംഗിൾ കണ്ടുപിടിക്കുക, റിസോൾവ് ചെയ്യുക, അതൊക്കെയാണ് ബുദ്ധിമുട്ട്. യഥാർത്ഥത്തിൽ പ്രോബ്ലം ചെയ്യാനും മെക്കാനിക്സ് ചെയ്യാനും പാടില്ല, പക്ഷെ മാത്തമാറ്റിക്സ് അറിയില്ല അതിനകത്തുള്ള. അപ്പൊ ഇത് R1 മൈനസ് R2 മൈനസ് R2 sin 10 മൈനസ് F2 cos 10. അപ്പോൾ ഓൾറെഡി വി ഹാവ് F2 ഇസിക്വൽ ടു എന്താണ്? 0.3 R2 എന്നുള്ളത് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. F2 ഇസിക്വൽ ടു 0.3 R2. നമ്മൾ എല്ലാത്തിനെയും R2 ടേമിൽ കൊണ്ടുവരികയാണ്. അതായത് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു R1 minus R2 sin 10 minus 0.3 R2 cos 10 is equal to 0. This is equation number 1. Next, sigma Fy എടുക്കുക. Sum of all the vertical forces. Sigma Fy എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സാണ് വരുന്നത്? 1500 ന്യൂട്ടൺ താഴേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് അല്ലേ? മൈനസ് 1500 ന്യൂട്ടൺ താഴേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. F1 താഴേക്ക് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് വരും, മൈനസ് F1. അടുത്ത വെർട്ടിക്കൽ ഫോഴ്സ് ഏതാ? F2 ഇൻക്ലൈൻഡ് ആണ്. നമ്മൾ നേരത്തെ വരച്ചാണ് F2 ഇൻക്ലൈൻഡ്, ഇങ്ങനെ താഴേക്ക് പോവാണ്. അപ്പോൾ അതിന് ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 10 degree വിത്ത് ഹൊറിസോണ്ടൽ, ദാറ്റ് ഈസ് F2 cos 10 ഈ ഡയറക്ഷൻ, F2 sin 10 വെർട്ടിക്കലി താഴേക്ക്. റിസോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, F2 sin 10 താഴേക്ക്. അപ്പോൾ F2 sin 10 താഴേക്ക് ആയതുകൊണ്ട് വീണ്ടും മൈനസ്
F2 sin 10. നേരത്തെ വരച്ച് റിസോൾവ് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി വരച്ചതാണ്. F2 sin 10 താഴേക്ക്. പിന്നീട് ഏതാ, നിങ്ങൾ നേരത്തെ R2 വരച്ചില്ലേ, R2 ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. R2 is making an angle 10 degree with the vertical. So this is R2 cos 10 and this is R2 sin 10. സോ അപ്പോൾ വെർട്ടിക്കലി ഏതുണ്ട്, വെർട്ടിക്കലി ഏതാണ്, R2 cos 10 മുകളിലേക്ക്. അപ്പോൾ മുകളിലേക്ക് മൈനസ്, മുകളിലേക്ക് പറയുമ്പോൾ പ്ലസ് ആണ് R2 cos 10. അത് നിങ്ങൾ നേരത്തെ റിസോൾവ് ചെയ്തത് തന്നെയാണ്, R2 റിസോൾവിങ് നേരത്തെ ചെയ്തതാണ്. അപ്പോൾ F2 sin 10 താഴേക്ക്, R2 cos 10 മുകളിലേക്ക്. പോസിറ്റീവ് മുകളിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ്. ഇനി ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ വെർട്ടിക്കലി? Vertically, is there any other forces acting vertically? Hello. Is there any other force acting vertically? ഉണ്ടോ? 1500 എടുത്തു. പിന്നെ ഏതാ 1500 താഴേക്ക്, F1 താഴേക്ക്. അപ്പൊ അത് രണ്ട് നെഗറ്റീവ് വന്നു. F2 താഴേക്ക്, F2 താഴേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ സൈൻ ഇൻക്ലൈൻ ഫോഴ്സ് ആയതുകൊണ്ട് അതിന്റെ സൈൻ കോമ്പണന്റ് ആണ് നമുക്ക് എന്ത് വരുന്നത്, സൈൻ കോമ്പണന്റ് ആണ് വെർട്ടിക്കലി താഴേക്ക് വരുന്നത്. ദെൻ R2ന്റെ കോസ് കോമ്പണന്റ് ആണ് വെർട്ടിക്കലി മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ ഇക്വേഷൻ എങ്ങനെയല്ല, മൈനസ് F1 F1 വരെ ഞാൻ എന്ത് കൊടുക്കുന്നു, 0.3 R1 കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കൂടി എങ്ങനെ 1500 മൈനസ് 0.3 R1 മൈനസ് 0.3 R2. F2 പകരം 0.3 R2 കൊടുത്തു. 0.3 R2 sin 10 പ്ലസ് R2 cos 10 equal to 0. Okay. So we got another equation on R1 and R2. Minus 0.3 R1 minus 0.3 R2 sin 10 plus R2 cos 10 equal to 0. So രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി R1 R2ല്. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലും R1 R2 ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ R1 R2 ആണ്. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? We can find out the value of R1 and R2. അല്ലേ? ആണോ? കിട്ടും. അത് സോൾവ് ചെയ്ത് നോക്കി. രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്തിട്ട് വാല്യൂ പറഞ്ഞു. ഇത് സോറി കേട്ടോ, 1500 ഉണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എത്ര ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ എഴുതിയാലും മതി. സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ട് സോൾവ് ചെയ്യാം. വാല്യൂസ് 1500 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇക്വേഷൻ നമ്പർ 2. സോൾവിങ് 1 and 2 you can find out രണ്ട് ഇക്വേഷൻ രണ്ടാണ്. സോൾവ് 1 and 2 എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിന് R2 കോമൺ എടുത്തിട്ട് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ആയിട്ട് തന്നെ വരും. R2 കോമൺ എടുക്കുമ്പോൾ sin 10 പ്ലസ് 0.3 cos 10 വരും. ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് R1 ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ R1. ഓക്കെ, സോൾവ് ഫോർ 1 and 2 അത് നിങ്ങൾ തനിയെ ചെയ്യാവുന്നല്ലേ? ഞാൻ പറയണോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? R1 R2 എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായത് എന്ത് ചെയ്യാം, അവിടെ നിന്ന് R1 കണ്ടുപിടിച്ചാൽ പോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒറ്റയടിക്കുന്ന അല്ലാത്ത മെത്തേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. R1 ഇസിക്വൽ ടു R2, ഈ ബാക്കി R1ന്റെ മാത്രം ലെഫ്റ്റ് സൈഡ് വെക്കും. ഇത് ഇത്രയും ഈക്വൽ ടു 0 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നീറ്റായിട്ട് എഴുതാം. അതായത് ഇത്രയും ഈക്വൽ ടു 0 ആണ്. അതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന്
R1 മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ചു, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. R1 is equal to R2 sin 10. ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് 0.3 R2 cos 10. ദിസ് ഇക്വേഷൻ നമ്പർ 1. അതിനെ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ, ഇതെല്ലാവർക്കും അറിയാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ്, അങ്ങനെ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും സബ്ട്രാക്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് R1 in 2. ഇവിടെ നിന്നുള്ള R ന്റെ വാല്യൂ എടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എത്ര വരും? -0.3 ഇൻറ്റു R2, R1 പകരം ഈ R1 പകരം R2 sin 10 പ്ലസ് 0.3 R2 cos 10 മൈനസ് 0.3 R2 sin 10 plus R2 cos 10 is equal to 1500. ഇത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ ആണോ? ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം, ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സോൾവ് ചെയ്ത് R2 കണ്ടുപിടിച്ചോ? എത്ര വന്നു R2? Solve for this. Solve for R2 in this equation. സോൾവ് ചെയ്യണോ? ഞാൻ സോൾവ് ചെയ്യാൻ അറിയത്തില്ലടേ. എത്ര വന്നു വാല്യൂ? ഹലോ, ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോടെ? ചെയ്ത് കഴിഞ്ഞോ? R2 കണ്ടുപിടിച്ചോ? എളുപ്പമല്ലേ? 0.3 R2 sin 10, 0.3 into 0.3 എന്ന് പറയുമ്പോൾ 0.9 അല്ലേ? 3 into 3 എത്ര? 9 ആണ്. അത് ഇൻറ്റു ആ 2 പോയിന്റ് കൂടെ 0.09 വരും. 0.09 R2 cos 10 വരും, മൈനസ് 0.3 R2 sin 10 പ്ലസ് വാല്യൂസ് കൊടുത്താലും മതി. cos 10 sin 10 എന്താണെന്ന് വാല്യൂസ് കൊടുത്തിട്ട് എന്നിട്ട് ആഡ് ചെയ്താൽ മതി. is equal to 1500. അതിൽ നിന്ന് നമുക്ക് R2 വാല്യൂ കിട്ടും. ന്യൂട്ടൺസ് എത്ര വന്നു? ഇനി വൺ ചെയ്താരെങ്കിലുണ്ടോ? ഓക്കെ, പ്രത്യേകിച്ച് ഫോർമുലയൊന്നുമില്ല. സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐ മാത്രമേ ഉള്ളൂ ഫോർമുല. പക്ഷേ യു ഹാവ് ടു ഡ്രോ ദ ത്രീ ബോഡി ഡയഗ്രാം, ഐഡന്റിഫൈ ദ ആംഗിൾസ്. മെയിനായിട്ട് ചെയ്യുന്ന എന്താന്ന് പറയുന്നതിനകത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, കറക്റ്റായിട്ട് വരയ്ക്കുക. തന്നിരിക്കുന്ന ബോഡിയിൽ നിന്ന് ഫ്രീ ബോഡി ഡയഗ്രാം കറക്റ്റായിട്ട് എടുത്ത് വരയ്ക്കുക. അതിൽ നിന്ന് ആംഗിൾസ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുക, അതിനെ റിസോൾവ് ചെയ്യുക. എന്നിട്ട് സിഗ്മ എഫ് എക്സ് സീറോ അപ്ലൈ ചെയ്യുക, സിഗ്മ എഫ് ഐ സീറോ അപ്ലൈ ചെയ്യുക. കുറേ അൺനോൺ ഡേറ്റാസ് വരും. നോൺ ഡേറ്റ വെച്ചിട്ട് നമുക്ക് അൺനോൺ ഡേറ്റ കണ്ടുപിടിക്കാം.
സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് പോകുന്നത്. ചിലവർക്ക് അത് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അത് കൺസെപ്റ്റ് അറിയാവുന്നവർക്ക്, നേരത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവാം. പക്ഷെ നേരത്തെ പ്രോബ്ലംസ് ഒന്നും അധികം ചെയ്ത് നോക്കാത്തവർക്കാണ് ഈ സ്റ്റക്ക് ആവുന്നതും പറയുന്നത് വ്യക്തം മനസ്സിലാവാത്തത്. നമ്മള് ബേസ് മുതലാണ് വീണ്ടും പറഞ്ഞു പറഞ്ഞു പോകുന്നത്. അത് നമുക്ക് ഇത്ര ലാഗ് വരുന്നത് അത് കാരണം അത് റിസോൾവ് ചെയ്യുന്നത് നമ്മൾ വീണ്ടും ഓരോന്നിടത്ത് റിസോൾവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ റിസോൾവ് ചെയ്തെടുത്താൽ സോൾവ് ചെയ്ത് പോകേണ്ടതാണ്. എത്ര വന്നു മാറ്റു? കിട്ടിയോ? എത്ര വന്നു? കേട്ടില്ല. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 55 ആയി. എത്ര ഒന്ന് വാല്യൂ കിട്ടിയോ ആർക്കെങ്കിലും? ഹലോ ഹലോ, ചെയ്ത് നോക്കിയേ. കഴിഞ്ഞില്ലേ? ഞാൻ അറ്റൻഡൻസ് എടുക്കാം തൽക്കാലം. നിങ്ങൾ ബാക്കി ചെയ്ത് നോക്കിക്കോളൂ. 0.089 ആണോ? R2 ആണോ? അല്ല R2 എന്തായാലും അത്രയും ചെറുത് വരത്തില്ല. കാരണം 1500 ന്യൂട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. അതിന്റെ കൂടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഒക്കെ താഴോട്ട് വരുന്നുണ്ട്. എല്ലാം ആഡ് ചെയ്ത് വരുന്നുണ്ട്. R2 മാത്രമല്ലേ മുകളിലോട്ടുള്ളൂ. നമ്മൾ ഈ ഫിഗറിൽ തന്നെ നോക്കുമ്പോഴേ 1500 താഴേക്ക്, ഫ്രിക്ഷണൽ ഫോഴ്സ് താഴേക്ക്, ഈ F2 താഴേക്ക്, പിന്നെ എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരേ ഒരു ഫോഴ്സ് R2 എന്ന് പറയുന്ന ഫോഴ്സാണ്. R2ന്റെ കോമ്പണന്റ് ഫോഴ്സ് ആണ് മുകളിലേക്ക് വരുന്നത്. അതാണ് താങ്ങി നിർത്തുന്നത്. അപ്പൊ എന്തായാലും 1500 കൂടുതലുള്ള ഒരു വാല്യൂ വരുത്തുള്ളൂ. റോൾ നമ്പർ 1, R2 എങ്ങനെയാണ് 1500 കൂടുതൽ. നിങ്ങൾ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ നോക്ക്. ഇതെല്ലാം നെഗറ്റീവാണ്. ഈ സൈഡെല്ലാം നെഗറ്റീവാണ്. 1500 മാത്രം പോസിറ്റീവ്. ഇതെല്ലാം ഇപ്പുറ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് 1500 പ്ലസ്സേ വരത്തുള്ളൂ. എവിടെയോ നെഗറ്റീവിന്റെ പ്രശ്നം പറ്റിയതാണ്. 1500 പ്ലസ് എന്ന് വരത്തുള്ളൂ. 1500 പോസിറ്റീവാണ്. റോൾ നമ്പർ 1 ചെയ്ത് നോക്കട്ടോ. സോൾവിങ് മാത്തമാറ്റിക്സ് ആണ്, ബേസിക് മാത്തമാറ്റിക്സ് ആണ്. റോൾ നമ്പർ 1 നമ്പർ ആബ്സെന്റ്. 2 Present, sir. 3 3 absent, 4. 5 present. 6 absent. Present, sir. 6. Okay, 7 absent. 8 Present, sir. 9 9 present, sir. 10 present, sir. 11 Present, sir. okay, 12 Present, sir. 13 absent. 14 നിങ്ങൾ ആ വീഡിയോ കൂടി എടുത്ത് നോക്കണം കേട്ടോ. ഇടയ്ക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കൂടി എടുത്ത് നോക്കി ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. 14 ഉണ്ടോ? 14 absent. 15 absent. 16 Present, sir. 17 17 present, sir. 18 18. 19 Present, sir. 20 Present, sir. 21 Present, sir. 22 absent. Sir. Okay, 23 absent, 24. 25 Present, sir. 26
Present, sir. 27, Present, sir. 28, 28, 29, 30, 30. 31, Present, sir. 32, Present, sir. 33, Present, sir. 34, Present, sir. 35, 35, 36, 37, Sir, answer negative ആണ് sir. കേട്ടില്ല Answer negative ആയിരിക്കും sir. അല്ലല്ല പോസിറ്റീവാ 37 എങ്ങനെയാലും പോസിറ്റീവ് 1000 പോസിറ്റീവ് 37% ആണോ അതെ 38 Present, sir. 39 39 absent 40 Present, sir. 41 42 Sir. Present, sir. 43 43 absent 44 45 46 46 ഉണ്ടോ absent 47 Sir, 43% ഉണ്ടോ? 43. okay 47%, sir. 48 48%, sir. okay absent is 1 3 7 13 14 15 23 28 29 35 39 44 45 46 Sir, 44%, sir. ആരാണ് 46 ആണോ 44. 44 നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് ഒന്ന് എഴുതി അപ്ലോഡ് ചെയ്യണേ 46 ഉണ്ടോ ഉണ്ട് sir, ഉണ്ട്. ഓക്കെ Absent is 1 3 7 13 14 15 23 28 29 35 39 45 thank you Sir, answer 1920 ആണ്.